ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കപ്പെടുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത് പലരുടെയും കാല് പിടിച്ച് ആ രാജ്യങ്ങൾ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കണമെന്നും വ്യത്യസ്തമായ ഒരു ഭിന്നശേഷി സംസ്കാരം രൂപപ്പെടുത്തണമെന്നും ആഗ്രഹിക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ട്. ഇതിലപ്പുറം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? മാജിക് പ്ലാനറ്റിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ സാമ്പത്തിക പിരിമുറുക്കത്തിൽപ്പെട്ട് വീട് പോലും വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായവനാണ് ഞാനും എൻ്റെ കുടുംബവും. ഞാൻ 1 രൂപയെങ്കിലും ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കഴിഞ്ഞ 27 കൊല്ലത്തിനിടയ്ക്ക് പേഴ്സണൽ ആവശ്യത്തിനായി എടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിനും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്കും നേരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. ആ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരുടെ അപക്വമായ വാക്കുകൾക്ക് മറുപടി പറയേണ്ടതില്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നത്. ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിനെയും കാസർഗോഡ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനത്തെയും ധനസഹായം നൽകി ചേർത്ത് പിടിച്ച 100 കണക്കിന് ആളുകളും അതുപോലെ എൻ്റെ അഭ്യുദയകാംക്ഷികളും സർക്കാർ തലത്തിലുള്ള അധികാരികളും ഒക്കെ ഈ വാർത്തകൾ കേട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കി ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസസ് എന്നതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. 1996 ഇത് തിരുവിതാംകൂർ കൊച്ചി കൾച്ചറൽ സയൻറ്റിഫിക് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത്. അന്നു മുതൽ എല്ലാ വർഷവും മുടക്കം കൂടാതെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കൃത്യമായി ടാക്സ് റിട്ടേൺ സമർപ്പിക്കുകയും കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് 12A, ATG, വിദേശത്തു നിന്നും സംഭാവനകൾ സ്വീകരിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള FCRA തുടങ്ങിയ അനുമതികൾ കിട്ടിയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇത്. കൂടാതെ CSR ഫണ്ട് സ്വീകരിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയും ഈ സൊസൈറ്റിക്കുണ്ട്. മാജിക് എന്ന കല സംഗീത നാടക അക്കാദമിയുടെ പരിധിയിൽ വരുന്നതുകൊണ്ടും അത് സാംസ്കാരിക വകുപ്പിന് കീഴിലായതുകൊണ്ടും ആദ്യകാലം മുതൽ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ഗ്രാൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷ സമർപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം നിരസിക്കുകയായിരുന്നു. കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിൽ 2014 സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കലാകാരന്മാർക്ക് മാന്യമായൊരു ജീവിതം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ മാജിക് പ്ലാനറ്റ് നിലവിൽ വന്ന ശേഷവും വർഷങ്ങൾ കഴിഞ്ഞാണ് കുറേശ്ശെയായിട്ട് ഗ്രാൻഡ് ലഭിച്ചു തുടങ്ങിയത്. 6 കൊല്ലം മുമ്പ് മുതലാണ് ബജറ്റിൽ തുക വകയിരുത്തി തുടങ്ങിയത്. ഓരോ വർഷവും കിട്ടിയ തുകയ്ക്ക് കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പിൽ സമർപ്പിക്കുകയും അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അടുത്ത ബജറ്റിൽ തുക അനുവദിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ബജറ്റിൽ അനുവദിക്കുന്ന തുക നേടിയെടുക്കാൻ കടന്നു പോകേണ്ട നൂലാമാലകൾ ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം. എത്രയോ ഉദ്യോഗസ്ഥർക്കും ഗവൺമെൻറ്റിനും അത് കൃത്യമായി ബോധ്യപ്പെട്ടാലേ പ്രഖ്യാപിച്ചാലും തുക അനുവദിക്കൂ എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 75 ലക്ഷം രൂപയിൽ 18,70,50,000 രൂപ അനുവദിച്ച് കിട്ടിയെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാൽ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് അത് ഇതുവരെ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സർക്കാർ ഗ്രാൻഡ് സംബന്ധമായ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടുകളും സാമ്പത്തിക രേഖകളും ഉത്തരവാദിപ്പെട്ട ആർക്കും എപ്പോഴും പരിശോധിക്കാവുന്ന രീതിയിൽ ഇവിടെയുണ്ട്. ഇനി മറ്റൊരു ആരോപണം, ഭിന്നശേഷിക്കാർക്ക് അർഹതപ്പെട്ട പെൻഷൻ പോലും മുടങ്ങിപ്പോകുമ്പോൾ സാമൂഹ്യനീതി വകുപ്പ് എങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് മാത്രമായി ഈ തുക അനുവദിച്ചു എന്നതാണ് ചോദിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ഡോക്ടർ മുഹമ്മദ് അഷീൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന കാലത്താണ് ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, പ്രത്യേക സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഭിന്നശേഷിയുള്ള കുട്ടികളെ മാജിക് പഠിപ്പിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സമീപിച്ചത്. അന്ന് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ അനുമതിയോടുകൂടി മാജിക് അക്കാദമി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സാമൂഹ്യനീതി വകുപ്പ് ആ മക്കളുടെ അരങ്ങേറ്റത്തോടൊപ്പം അനുയാത്ര ക്യാമ്പയിൻ്റെ അംബാസഡർമാരായിട്ട് ഈ കുട്ടികളെ പ്രഖ്യാപിച്ചു. അവിടെ അവസാനിപ്പിക്കാമായിരുന്ന ആ മാജിക് പഠനം ആ കുട്ടികളിൽ ചിലർക്കെങ്കിലും ജോലി നൽകണം എന്ന ലക്ഷ്യത്തോടെ മാജിക് പ്ലാനറ്റിൽ ഒരു എംപവർ സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷനും കിൻഫ്രയും മാജിക് അക്കാദമിയും ചേർന്ന് ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും KSSMൻ്റെ ഇന്നൊവേഷൻ ഫണ്ടിൽ നിന്ന് ഒരു ചെറിയ തുകയെടുത്ത് 2017 കുട്ടികൾക്ക് പെർഫോമേഴ്സായി ജോലി ചെയ്യാനുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടാക്കി തരികയും ചെയ്തു. അവിടെയാണ് ഈ മേഖലയിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുന്നത്. പിന്നീട് ഏകദേശം 25 കോടിയോളം മുടക്കി ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററും ഇവിടെയുള്ള യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്ററും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് 1 രൂപ പോലും ആവശ്യപ്പെട്ടിട്ടില്ല, അനുവദിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്,
ഇവിടെ ഇങ്ങനെയൊരു സ്ഥാപനം ഉള്ളതിൻ്റെ പേരിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ആനുകൂല്യവും ഈ സെൻറ്റർ കൈപ്പറ്റുന്നില്ല എന്നതാണ്. ഇനി എനിക്ക് ഏറെ വിഷമമുണ്ടാക്കിയ കാര്യം, ഞാൻ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് സാമ്പത്തിക അഴിമതി നടത്തുന്നു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതാണ്. ഞാൻ 1 രൂപയെങ്കിലും ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കഴിഞ്ഞ 27 കൊല്ലത്തിനിടയ്ക്ക് പേഴ്സണൽ ആവശ്യത്തിനായി എടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. 27 വർഷമായി ഞാൻ ഈ സ്ഥാപനത്തിന് അമരത്തിരിക്കുന്നുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ ശമ്പളം കൈപ്പറ്റിയിട്ടില്ല. മാജിക് പ്ലാനറ്റിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ സാമ്പത്തിക പിരിമുറുക്കത്തിൽപ്പെട്ട് വീട് പോലും വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായവനാണ് ഞാനും എൻ്റെ കുടുംബവും. ആ പണം മുഴുവൻ ഞാൻ കൊടുത്തത് ഈ സൊസൈറ്റിയിലേക്കാണ്. മാജിക് ഷോ നടത്തിയിരുന്ന കാലത്ത് കിട്ടിയ പണം മുഴുവൻ ഒഴുക്കിയത് ഈ സൊസൈറ്റിയിലേക്കാണ്. ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ചെറിയ ഫ്ലാറ്റിലാണ്. ഒരു 30 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലുണ്ടായിരുന്നത് ഈ സൊസൈറ്റിയുടെ പേരിൽ എഴുതി കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് അവിടെ 16 വീടുകളുണ്ടാക്കി. ഇന്നവിടെ താമസിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ കുടുംബവും ആർട്ടിസ്റ്റുകളുമാണ്. 1 രൂപ പോലും അതിൻ്റെ പേരിൽ ആരിൽ നിന്നും ഇതുവരെ ഈടാക്കിയിട്ടില്ല. ഇനി എൻ്റെ ഭാര്യയുടെ പേരിലുള്ള 14 സെൻറ്റ് ഭൂമിയും ഈ സൊസൈറ്റിയുടെ പേരിൽ എഴുതി വാങ്ങി അവിടെ വീട് പണി പൂർത്തിയാക്കിയിട്ട് വരികയാണിപ്പോൾ. ഇതെല്ലാം കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു മോട്ടിവേഷൻ പരിപാടിക്ക് ഇപ്പോൾ പോകുന്ന സമയത്ത് സംഘാടകർ എനിക്ക് തരാറുള്ള പണം പോലും, ഏതെങ്കിലും അവാർഡുകളുടെ ഭാഗമായിട്ടുള്ള സമ്മാനത്തുക പോലും ഈ സൊസൈറ്റിയിലേക്ക് കൊടുത്തോളൂ എന്നാണ് ഞാൻ പറയാറുള്ളത്. ജാലവിദ്യാ പരിപാടി നടത്തിയിരുന്ന കാലത്ത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള സുഹൃത്ത് ബന്ധങ്ങളിലൂടെ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ പ്രസ്ഥാനത്തിലേക്ക് സംഭാവന നൽകുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ട് റെസീറ്റ് കൊടുക്കുന്നു, കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ മാജിക് പ്ലാനറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് താല്പര്യമുള്ള പക്ഷം ഡൊണേഷൻ കൊടുക്കാനായിട്ട് ഇവിടെ തന്നെ പ്രത്യേക കൗണ്ടറുണ്ട്. അവിടെയും പണമായിട്ട് സ്വീകരിക്കുകയില്ല എന്നും എല്ലാം അക്കൗണ്ട് വഴിയേ പേ ചെയ്യാവൂ എന്നും എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അതിനുള്ള റെസീറ്റ് ആ നിമിഷം തന്നെ അവിടെ വെച്ച് തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയൊരു ആരോപണം, ഇവിടെ കാര്യമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഇല്ല എന്നും ഓട്ടിസം ബാധിച്ചവർ ഇല്ല എന്നും ഉള്ളവർക്കൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നതുമാണ്. അതോടൊപ്പം ഞാൻ കുട്ടികളെ തട്ടിമാറ്റുന്നു എന്നതാണ്. ഇതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല, ഇത് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഇവിടെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഒരുപാട് മാറ്റം വന്നതായിട്ടാണ് എനിക്കും ഇവിടുത്തെ അധ്യാപകർക്കും ഡോക്ടേഴ്സിനും തെറാപ്പിസ്റ്റുകൾക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളത്. അസസ്മെൻറ്റ് റിപ്പോർട്ടിലൂടെ ഗവൺമെൻറ് ഏജൻസികളായിട്ടുള്ള ഐക്കോൺസും ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററും ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇവിടെ കുട്ടികളുടെ മാതാപിതാക്കൾ സമർപ്പിച്ച ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രകാരം ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, വിഷ്വലി ഇമ്പയർഡ്, ഹിയറിംഗ് ഇമ്പയർഡ് തുടങ്ങി പലവിധ ഡിസബിലിറ്റികളുള്ള കുട്ടികളും ഇവിടെയുണ്ട്. എല്ലാ കുട്ടികൾക്കും പ്രവേശനം നൽകാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. നോക്കൂ, ഇത് ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററാണ് എന്ന് മനസ്സിലാക്കുക. കലാപരമായി കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവരെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഭിന്നശേഷി മേഖലയിലെ മുഴുവൻ പ്രശ്നങ്ങളും ഏറ്റെടുക്കാമെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്കൂളല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സാധാരണ സ്പെഷ്യൽ സ്കൂളുകൾക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ സാമൂഹ്യനീതി വകുപ്പിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ DDRSൻ്റെയോ ഗ്രാൻഡ് ഈ സ്ഥാപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സാധാരണ ഭിന്നശേഷിക്കാർ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാറുള്ള ഗ്രാൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ബോധ്യപ്പെടേണ്ടത്. ഇനി ഇതുകൂടി മനസ്സിലാക്കുക, ഇവിടുത്തെ കുട്ടികളുടെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഇതുവരെ 1 രൂപ പോലും ഫീസായോ മറ്റേതെങ്കിലും പേരിലോ വാങ്ങിയിട്ടില്ല. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫിനും സൗജന്യമായിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും എല്ലാ മാസവും അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഒരു തുക സ്റ്റൈപ്പൻഡായി മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. മുഴുവൻ യൂണിഫോമും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവർക്ക് വന്നു പോകാനായി വാഹനങ്ങൾ സൗജന്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തെറാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് RCI അംഗീകാരമുള്ള ഉഗ്രൻ തെറാപ്പിസ്റ്റുകൾ ഇവിടെയുണ്ട്. ഇതും തികച്ചും സൗജന്യമാണ്. പുറത്തുനിന്ന് വരുന്നവർക്കും സൗജന്യമായിട്ട് തെറാപ്പി കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്കോ കുടുംബങ്ങൾക്കോ മാത്രമല്ല, പുറത്തുള്ള ഭിന്നശേഷി സ്ഥാപനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഈ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ സഹായം നൽകുന്നത് ഒരുപക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി മാതാപിതാക്കളിലേക്ക് വന്നാൽ, കുട്ടികളുടെ മാതാപിതാക്കളെ സഹായിക്കാനായിട്ട് കരിസ്മ എന്ന പേരിലൊരു അവർ തന്നെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അവർക്ക് ജോലി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുവാനുള്ള സ്ഥലവും ഉപകരണങ്ങളും തയ്യൽ മെഷീനെല്ലാം
വിൽപ്പന നടത്താനുള്ള കടകളും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതും ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററാണ്. അതിൻ്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ മാത്രമാണ്. നമ്മൾ അതിനകത്ത് ഇടപെടുന്നില്ല. ഇതെല്ലാം സാധിക്കുന്നത് ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായവും CSR ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ്. കുട്ടികളെ പ്രദർശിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു ആരോപണം. മാജിക് പ്ലാനറ്റിലേക്ക് വരുന്ന ആളുകൾ ഈ മക്കളുടെ കലാവൈഭവം കാണാൻ വരുന്നതാണ് അവരിലുണ്ടാക്കുന്ന മോട്ടിവേഷനും മാറ്റത്തിനും കാരണമാകുന്നത് എന്ന് സർക്കാർ ഏജൻസിയായ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ശാസ്ത്രീയമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മക്കളെ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കുകയല്ല, സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത് എന്നാണ് ഈ സ്ഥാപനം ഉറച്ചും വിശ്വസിക്കുന്നത്. അപ്പോഴേ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന ലക്ഷ്യം സഫലമാവും. ആദ്യം വന്ന കുട്ടികൾ ഇന്നിവിടെ ഇപ്പോൾ എംപ്ലോയീസാണ്. അവരോരോരുത്തരും ഇതിനോടകം 9 ലക്ഷത്തോളം സാലറി മേടിച്ചു കഴിഞ്ഞു. ഒരു വിഭാഗം കുട്ടികൾ കമ്പ്യൂട്ടറിൽ ട്രെയിനിങ് നേടുന്നുണ്ട്. ഒരു വിഭാഗം കുട്ടികൾക്കായിട്ട് ഈ മാസം തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇതിലൂടെയെല്ലാം ഈ മക്കളെ സ്വയം പര്യാപ്തരാക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത്. ഇതിലപ്പുറം ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? പ്രാണവായുവായ മാജിക്കിനെ പോലും ഉപേക്ഷിച്ച് ഈ മേഖലയിലേക്ക് കടന്നു വന്നവനാണ് ഞാൻ. പണമുണ്ടാക്കാനാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ആ പ്രൊഫഷൻ മാത്രം കൊണ്ടു നടന്നാൽ മതിയായിരുന്നു. ഇന്നും മാജിക് ഷോ നന്നായി കൊണ്ടു നടക്കാനുള്ള കഴിവിനോ ഭാവനാശേഷിക്കോ എനിക്കൊരു കുറവും വന്നിട്ടില്ല. സമ്പന്നമായിട്ട് ജീവിക്കാമായിരുന്നു. ആരും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കില്ലായിരുന്നു. 1994 മുതൽ ഞാൻ വ്യക്തിപരമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. എല്ലാം കൃത്യമാണെങ്കിൽ കോടീശ്വരനായിട്ട് ജീവിക്കാൻ നമ്മുടെ രാജ്യത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇനിയുള്ള ജീവിതം ഇവർക്കായി സമർപ്പിക്കണമെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. മാജിക് ഉപേക്ഷിച്ചതും ഒരമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് മനസ്സ് മാറിയതും ഇതിനൊക്കെയായിരുന്നോ എന്ന് ഇന്നെനിക്ക് തോന്നുന്നുണ്ട്. ആരോപണങ്ങളിൽ ഉന്നയിച്ചതുപോലെ ഇയാൾക്ക് ഓട്ടിസത്തെക്കുറിച്ച് എന്തറിയാം എന്ന് ചോദിക്കുന്നവരുടെ ഈ കേരളത്തിൽ ഇതൊന്നും ആർക്കും ആവശ്യമുണ്ടായിരുന്നില്ല എന്നും തോന്നുന്നുണ്ട്. പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത് പലരുടെയും കാല് പിടിച്ച് ആ രാജ്യങ്ങൾ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കണമെന്നും വ്യത്യസ്തമായ ഒരു ഭിന്നശേഷി സംസ്കാരം രൂപപ്പെടുത്തണമെന്നും ആഗ്രഹിക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ട്. പണ്ട് മാജിക് രംഗത്ത് നിന്നിരുന്ന കാലത്ത് പല രാജ്യങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഊഷ്മളമായ സ്നേഹബന്ധങ്ങളിലൂടെ മാത്രമാണ് ഇത്രയെങ്കിലും മുന്നോട്ട് പോകാൻ സാധിച്ചത്. പലരും സംഭാവന ചെയ്യുന്ന സഹായങ്ങൾ എന്നിലൂടെ ഈ മക്കൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. അതിൽ നിന്ന് 1 രൂപ പോലും എനിക്കോ എൻ്റെ കുടുംബത്തിനോ എടുക്കാനാവില്ല. ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഇന്ന് ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ നാളെ മറ്റൊരാൾ വരും. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കണം. ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കപ്പെടുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെയുള്ള കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തെയും ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഇതേ സൗകര്യങ്ങളോടെ സംരക്ഷിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ നിറഞ്ഞ സന്തോഷം. പലരുടെയും സാമ്പത്തിക സഹായത്തോടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ കാസർഗോഡ് മടിക്കയിൽ വാങ്ങിയ 20 ഏക്കർ സ്ഥലത്തും പണിയൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല. വെറും ലാൻഡാണിപ്പോൾ. 100 കോടിയെങ്കിലും ചെലവ് പ്രതീക്ഷിക്കുന്ന ആ മാതൃകാ സ്ഥാപനം സഫലമാക്കാൻ ഇനി എത്ര വെയിൽ കൊള്ളണമെന്നും ഉറക്കമിളക്കണമെന്നും ആരുടെയൊക്കെ കാല് പിടിക്കേണ്ടി വരുമെന്നും എനിക്കറിഞ്ഞുകൂടാ. അതും അറിവുള്ള ആരെങ്കിലും ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനും സന്തോഷം. ഇല്ലെങ്കിൽ വെറുതെ അനാവശ്യമായ അപവാദങ്ങൾ ഉന്നയിക്കരുത്. സംശയമുള്ളവർക്ക് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലേക്ക് വരാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാം, അനുഭവിക്കാം. അല്ലാതെ ഇവിടെ അഡ്മിഷൻ കിട്ടാത്തവരും പലവിധ സഹായങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ പിണക്കമുള്ളവരും തക്കതായ കാരണങ്ങളുടെ പേരിൽ ഇവിടുത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരും ഒക്കെ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് മാത്രം അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നവർ ഒന്നോർക്കുക. നിങ്ങൾ ചവിട്ടി മെതിക്കുന്നത് എത്രയോ കുട്ടികളെയാണ്. ഇന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നിങ്ങൾ ചവിട്ടി മെതിക്കുന്നത്. ഇവിടെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ്. കാലങ്ങളായി കാസർഗോഡിൻ്റെ മണ്ണിൽ എൻഡോസൾഫാൻ്റെ ദുരിതത്തിൽ പെട്ടുഴലുന്ന എത്രയോ മാതാപിതാക്കളുടെ പ്രതീക്ഷകളെയാണ് നിങ്ങൾ തകർത്തെറിയുന്നത്. എനിക്ക് ഇതുപോലെയുള്ളൊരു മകനോ മകളോ ഉള്ളതിൻ്റെ പേരിലല്ല ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ മാത്രമാണ്. മാജിക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതുപോലെ ഈ മേഖലയിൽ നിന്നും പിന്മാറിയാൽ നഷ്ടം സംഭവിക്കുക എത്രയോ കുട്ടികൾക്കാണ്. ആണയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇവിടെ എല്ലാം സുതാര്യമാണ്. അത് നേരിട്ടറിയാൻ എല്ലാവർക്കും സ്വാഗതം. ഗേറ്റ് തുറന്നു വച്ചിരിക്കുകയാണ്. സ്നേഹം, നന്ദി. താങ്ക് യു സോ മച്ച്.